അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാനിനോടനുബന്ധിച്ച് കേരളത്തിലെ വഹാബികൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇഫ്താർ സംഗമങ്ങൾ. ഈ റമദാനിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. KNMൻ്റെ ഒരു വലിയ ഇഫ്താർ. ആ ഇഫ്താറിൽ കേരളത്തിലെ സുന്നി സംഘടനയിൽപ്പെട്ട പ്രമുഖരായ പല ഉസ്താദുമാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉസ്താദുമാരും അതുപോലെ തന്നെ പ്രമുഖരായ സാദാത്യങ്ങളുമൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സംഘടനയുടെ പേരോ അതിൽ പങ്കെടുത്ത വ്യക്തികളുടെ ഉസ്താദുമാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും അവർ സുന്നി സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരായ തങ്ങന്മാരുമുണ്ട്, ഉസ്താദുമാരുമൊക്കെയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഈ വർഷവും അതുപോലെ അവർ നടത്തി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇഫ്താർ സംഗമങ്ങൾ, ഇതുപോലെ മാനവ സൗഹൃദ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ഇവരുടെ വിശ്വാസപ്രകാരം, ഈ കേരളത്തിലെ വഹാബികളുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രകാരം തനിച്ച മുശ്രിക്കാകുന്ന ഈ ഉസ്താദുമാർ അല്ലെങ്കിൽ ഈ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ഈ ഉസ്താദുമാരെ ഇവർ വിളിച്ചിട്ട് ഇഫ്താർ സംഗമങ്ങൾ നടത്തി. അവർ വിളിച്ചപ്പോൾ ഈ ഉസ്താദുമാർ പോകുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, അഥവാ ഇത് ശരിയാണ്, ഇതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്കൊരു ചോദ്യം. ഇതുപോലെ ഒരു സംഗമം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ സുന്നികൾ എവിടെയെങ്കിലും ഒരു മാനവ നബിദിന സമ്മേളനം സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു വലിയൊരു മൗലിദ് മജ്ലിസ് സംഘടിപ്പിക്കുകയും ഇതേ വ്യക്തികൾ, നിങ്ങളെ ക്ഷണിച്ച അതേ വ്യക്തികളെ തിരിച്ചും അവരെയും ഒന്ന് ക്ഷണിക്കുക, ഇങ്ങനെ ഒരു വലിയൊരു മൗലിദ് മജ്ലിസ് നമ്മൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നബിദിന സന്ദേശ റാലിയോ അല്ലെങ്കിൽ സന്ദേശ സമ്മേളനമോ നമ്മൾ നടത്തുന്നുണ്ട്, നിങ്ങളിതിലേക്ക് വരണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ക്ഷണിച്ചിട്ട് ആ പരിപാടിയിലേക്ക് അവരെ ഒന്ന് ക്ഷണിച്ചാൽ അവരുടെ യഥാർത്ഥ സൗഹൃദം, നിങ്ങളെ ഈ ഇഫ്താറിന് നിങ്ങൾ ക്ഷണിച്ചു, നിങ്ങൾ നല്ല മനസ്സോടുകൂടി അവരടുത്ത് പോയി അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചാൽ അവർ വരൂല, ഉറപ്പാണ്. അപ്പോൾ കാണാം അവരുടെ ഈ സൗഹാർദ്ദവും അവരുടെ ഈ ഒരു മാനവ സൗഹാർദ്ദത്തിൻ്റെ കാര്യങ്ങളൊക്കെ യഥാർത്ഥ മുഖം, കേരളത്തിലെ സലഫികളുടെ യഥാർത്ഥ മുഖം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരിക്കലും അവർ വരില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഗുണത്തേക്കാളേറെ, ഇതുകൊണ്ടൊന്നും ഇവിടെ മാനവ സൗഹാർദ്ദം നടക്കുകയുമില്ല. പാവപ്പെട്ട സുന്നികൾക്കിടയിൽ തന്നെ എന്തുവരും, സുന്നികൾക്കിടയിൽ പല നിലക്കുള്ള വിഷമിപ്പിക്കുന്ന പരിപാടിയാണ് നേതാക്കന്മാർ ഈ ചെയ്യുന്നത്. പാവപ്പെട്ട സുന്നികൾ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ, ആശങ്കയുമൊക്കെ ഉണ്ടാകും എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ സൗഹാർദ്ദമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ ഇത്തരം വഹാബികളുടെ കെണിവലകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും പാവപ്പെട്ട സുന്നികളോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.